Good afternoon. So last ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഡയറക്റ്റ് ഫോം ടു റിയലൈസേഷൻ ഓഫ് IR ഫിൽറ്റേഴ്സ് ആണ്. അപ്പോൾ അതിൽ കുറച്ച് പേർക്ക് ഡൗട്ട്സ് വന്ന എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ തന്ന വർക്കിൽ ഫോർ എക്സാമ്പിൾ h of z is equal to 1 plus 2z raised to minus 1 plus z raised to minus 2 divided by 5 plus 3z raised to minus 1 plus 2z raised to minus 2. ഒരു എക്സാമ്പിൾ എടുത്താൽ ഞാൻ പറഞ്ഞു ഡിനോമിനേറ്ററിന്റെ ഫസ്റ്റ് ടേം 1 ആക്കിയിട്ട് ചെയ്യണമെന്ന്. അപ്പോൾ അത് കുറച്ച് പേര് ഡൗട്ട്സ് ആയിട്ട് ചോദിച്ചിരുന്നു. അപ്പോൾ ആക്ച്വലി അങ്ങനെ 5 പുറത്തെടുത്ത് ഇത് 1 ആക്കി ചെയ്യാം, അല്ലാതെ 5 ആയിട്ടിട്ട് തന്നെയും ചെയ്യാം. ബട്ട് നമ്മുടെ h of z സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറയുന്നത് മുകളിൽ ടേംസ് ഡിവൈഡഡ് ബൈ സമ്മേഷൻ പ്ലസ് 1 പ്ലസ് സമ്മേഷൻ ഇങ്ങനെയാണ്. അതായത് നമ്മൾ y of n സെപ്പറേറ്റ് എടുത്തിട്ട് അതിൽ നിന്ന് ട്രാൻസ്ഫോർമേഷൻ കണ്ടുപിടിച്ചാണ് ഇങ്ങനെ ഈ ഒരു ഫോമിലേക്ക് കൊണ്ടുവരുന്നത്. സോ ഇതാണ് സ്റ്റാൻഡേർഡ് ഫോം. അപ്പൊ നമ്മളിപ്പോൾ ഒരു ഫിൽറ്റർ റിയലൈസ് ചെയ്യുമ്പോൾ തന്നെ അടുത്ത മൊഡ്യൂളിലൊക്കെ പഠിക്കും. അവിടെ h of z കണ്ടുപിടിച്ചിട്ട് ഇതേപോലെ ഡിനോമിനേറ്ററിന്റെ ഫസ്റ്റ് ടേം നമ്മൾ 1 ആക്കുന്ന ഒരു സ്റ്റെപ്പ് കൂടി ചെയ്യുന്നുണ്ട്. സോ അതാണ് സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ പറഞ്ഞത്. ഇനി അങ്ങനെ അല്ലാതെ ചെയ്താലും ഈ പറയുന്ന h of z നമുക്ക് റിയലൈസ് ചെയ്യുമ്പോൾ രണ്ടും സെയിം എഫക്റ്റ് തന്നെ ആയിരിക്കും. ബട്ട് നമുക്ക് കിട്ടുന്ന കോഎഫിഷ്യൻസ് ചില വാല്യൂസ് ഡിഫറെന്റ് ആയിരിക്കും. ഇപ്പോൾ 5 ഒരു രീതി ചെയ്താൽ 5 വരുന്നിടത്ത് അടുത്ത രീതി ചെയ്യുമ്പോൾ 1/5 ആയിരിക്കും വരുന്നത്. കാരണം നമ്മൾ ഇവിടെ കോമൺ എടുക്കുന്നുണ്ട്, അത് മുകളിലേക്ക് റീഅറേഞ്ച് ചെയ്യുന്നുണ്ട്. സോ അതിനനുസരിച്ച് ഈ കോഎഫിഷ്യൻസിൽ ചേഞ്ചസ് വരും. അപ്പൊ നമുക്ക് രണ്ട് രീതിയിലും ചെയ്യാം. ഒന്നുകിൽ ഇങ്ങനെ തന്നെ എടുത്തിട്ട് ഇത് ഫസ്റ്റ് ടേമും ഇത് 1 ടേമുമായിട്ട് എടുത്ത് ചെയ്യാം. അല്ലെങ്കിൽ ഈ 5 കോമൺ എടുക്കുക. അപ്പൊ 1 പ്ലസ് 2z raised to minus 1 പ്ലസ് z raised to minus 2 ഡിവൈഡഡ് ബൈ 5 പുറത്തെടുക്കും 5 ഇൻറ്റു 1 പ്ലസ് 3/5 z raised to minus 1 പ്ലസ് 2/5 z raised to minus 2. എന്നിട്ട് ഈ 5 നമുക്ക് മുകളിലേക്ക് കൊണ്ടുപോവാം. ഇപ്പോൾ 1/5 ഇൻറ്റു എന്ന് പറഞ്ഞ് ന്യൂമറേറ്റർ ടേം വരും, ഡിവൈഡ് ബൈ 1 പ്ലസ് 3/5 z raised to minus 1 എന്ന് പറഞ്ഞിട്ട് ഡിനോമിനേറ്റർ ടേം വരും. അപ്പൊ നമുക്ക് സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് മാറ്റാനായി. എന്നിട്ട് ഇത് എന്താണ് ഫസ്റ്റ് ടേം ആയിട്ടും ഇത് 1/2 ടേം ആയിട്ടും എടുത്ത് നമുക്ക് ചെയ്യാം. അതാണ് കുറെ കൂടി സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഫോം എന്ന് പറയുന്നത്. അപ്പൊ എക്സാമിന് ആക്ച്വലി ഈ ഒരു ടേം ഇങ്ങനെ ആക്കി ചോദിച്ച് കാണാറില്ല. എപ്പോഴും 1 പ്ലസ് ഇട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാറ്. ഇൻ കേസ് ഇങ്ങനെ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് രണ്ട് രീതിയിലും ചെയ്യാം. എനിക്ക് തോന്നുന്നത് എക്സാമിന് ഇപ്പോൾ ഒരു സ്കീം കൊടുക്കുമ്പോഴും ഈ ഒരു സ്റ്റാൻഡേർഡ് ഫോമിലായിരിക്കും ആൻസർ തരിക എന്നുള്ളതാണ്. രണ്ട് രീതിയിലും ചെയ്താൽ കറക്റ്റ് ആൻസർ ആയിരിക്കും. ബട്ട് ഈ ഒരു രീതിയിൽ ചെയ്യുന്നതായിരിക്കും ബെറ്റർ എന്നാണ് ഞാൻ പറയുന്നത്. അപ്പൊ ആ ഒരു കൺഫ്യൂഷൻ ഉള്ളവർ അത് ശ്രദ്ധിക്കുക. ദെൻ ഈ ഒരു നമ്മൾ ഫോം 1 ആൻഡ് ഫോം 2 റിയലൈസേഷൻ പഠിച്ചു കഴിഞ്ഞാൽ അത് നമ്മളൊരു ചെറിയൊരു കമ്പാരിസൺ അറിഞ്ഞിരിക്കുക. ചിലപ്പോൾ പാർട്ടിലോ വല്ലതും ചോദിക്കാം. അപ്പൊ അതിൽ നമ്പർ ഓഫ് ഡിലേസിലാണ് ആക്ച്വലി നമുക്ക് ഡിഫറൻസ് വരുന്നത്, അല്ലേ? ഫോം 1 രണ്ട് സൈഡിലും ഡിലേസ് വേണം, എന്നാൽ ഫോം 2 നടുക്ക് മാത്രം കോമൺ ആയിട്ട് ഡിലേസ് യൂസ് ചെയ്താൽ മതി. അപ്പൊ അതിനനുസരിച്ച് നമ്പർ ഓഫ് ഡിലേസിൽ അല്ലെ, അതായത് ഈ z raised to minus 1 എന്ന് പറയുന്ന ടേമിന്റെ നമ്പറിൽ കുറവ് വരും. അപ്പൊ അത് ഒരു എലമെന്റ് ആണ്. ഡിലേ എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ ഡിവൈസ് അല്ലെങ്കിൽ ഒരു എലമെന്റ് ആണ്. അപ്പൊ ആ എലമെന്റ് കുറയാന്ന് വെച്ചാൽ അത്രയും സർക്യൂട്ട് സിംപ്ലിഫൈഡ് ആവും. അതുകൊണ്ടാണ് നമ്മൾ ഫോം 1 നിന്ന് ഫോം 2 പ്രിഫർ ചെയ്ത് വരുന്നത്. അപ്പൊ ആ ഡിഫറൻസ് എഴുതാൻ പറഞ്ഞുള്ള പോയിന്റ്സ് എന്ന് പറയുന്നത് ഫോർ എൻ nth ഓർഡർ സിസ്റ്റം വിത്ത് m zeros ആൻഡ് n പോൾസ്. അപ്പം n പോൾസ് എന്ന് പറയുന്നത് ഡിനോമിനേറ്ററിന്റെ റൂട്ട്സ് ആണ്. n പോൾസും m zeros ഉണ്ടെങ്കിൽ അവിടുത്തെ നമ്പർ ഓഫ് മൾട്ടിപ്ലിക്കേഷൻസ് റിക്വയർഡ് എന്ന് പറയുന്നത് m പ്ലസ് n പ്ലസ് 1 ആണ്. അത് രണ്ട് കേസസിലും നമ്പർ ഓഫ് മൾട്ടിപ്ലിക്കേഷന്റെ കൗണ്ട് എന്ന് പറയുന്നത് m പ്ലസ് n പ്ലസ് 1 ആണ്. ബട്ട് നമ്പർ ഓഫ് ഡിലേസ് റിക്വയർഡ് എന്ന് പറയുന്നത് ഫോം 1 m പ്ലസ് n ആണെങ്കിൽ ഫോം 2 n നമ്പർ ഓഫ് ഡിലേസ് മാത്രം മതി. അതായത് ഓർഡർ എത്രയാണോ അത്രയും നമ്പർ ഓഫ് ഡിലേസ് മാത്രം മതി. സോ നമുക്ക് ഏകദേശം പകുതിയോളം ഡിലേസ് ഫോം 2 നമുക്ക് കുറയ്ക്കാൻ പറ്റും. അതാണ് ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഫോം 2 വരുമ്പോഴത്തേക്കും. അതേപോലെ മെമ്മറി ലൊക്കേഷൻസ് m പ്ലസ് n ഡിലേസ് ഫോം 1 വേണം എന്ന് പറഞ്ഞാൽ അത്രയും മെമ്മറി ലൊക്കേഷൻസ് അവിടെ ആവശ്യമായിട്ട് വരും. സോ ഇവിടെ n ഡിലേസ് മതിയെങ്കിൽ n മെമ്മറി ലൊക്കേഷൻസ് ആണ് അതിന് വേണ്ടിയിട്ട് റിക്വയർ ആയിട്ട് വരുന്നത്. സോ അതും ഒരു അഡ്വാൻറ്റേജ് ആണ്. ദെൻ ദ നമ്പർ ഓഫ് ഡിലേസ് ഇസ് നോട്ട് ഈക്വൽ ടു ഓർഡർ ഓഫ് ദ സിസ്റ്റം. അതായത് ഓർഡർ എന്ന് പറയുന്നത് n ആണ്, നമ്പർ ഓഫ് ഡിലേസ് എന്ന് പറയുന്നത് m പ്ലസ് n ആണ്. സോ ആ ഒരു ടൈപ്പ് റിയലൈസേഷൻ നമ്മൾ നോൺ കനോണിക് റിയലൈസേഷൻ എന്നാണ് പറയുന്നത്. എന്നാൽ ഫോം 2 നമ്പർ ഓഫ് ഡിലേസ് ഇസ് ഈക്വൽ ടു ഓർഡർ ഓഫ് ദി സിസ്റ്റം n. സോ അതിന് നമ്മൾ കനോണിക്കൽ റിയലൈസേഷൻ എന്ന് പറയാറുണ്ട്.
അപ്പൊ അതേപോലെ സിസ്റ്റത്തിന്റെ കോംപ്ലക്സിറ്റിയും എക്സ്പെൻസും ഫോം 1-ലായിരിക്കും കൂടുതൽ, കാരണം അതിലാണ് എലമെന്റ്സ് കൂടുതൽ വരുന്നത് കമ്പയർഡ് ടു ഫോം 2. സോ അതിന്റെ എക്സ്പെൻസ് അല്ലെങ്കിൽ കോംപ്ലക്സിറ്റി വെച്ചിട്ട് നോക്കിയാലും ഫോം 2 ആണ് മോർ ബെറ്റർ ദാൻ ഫോം 1. സോ അതൊരു 3-4 പോയിന്റ്സ് ആണ്, നോട്ട്സിലുണ്ട്, ഞാൻ നോട്ട് തരാം. അപ്പൊ ആ ഒരു പോയിന്റ്സും കൂടി ഓർത്തിരിക്കാം. സോ നമ്മൾ ഇന്ന് പറയുന്നത് 2 ടോപ്പിക്സ് ആണ്. റിയലൈസേഷനിൽ ബാക്കിയുള്ള കാസ്കേഡ് റിയലൈസേഷൻ ആൻഡ് പാരലൽ ഫോം റിയലൈസേഷൻ. സോ അതിൽ ഫസ്റ്റ് വൺ, അതായത് നമ്മുടെ ലിസ്റ്റിൽ 3-ാമത്തെ റിയലൈസേഷൻ കാസ്കേഡ് റിയലൈസേഷൻ ആണ് എന്ന് പറയുന്നത്. അതില് അതെന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പൊ നമുക്ക് ഒരു എച്ച് ഓഫ് ഇസഡ് ഉണ്ട്. ഈ എച്ച് ഓഫ് ഇസഡിനെ നമുക്ക് H1 ഓഫ് ഇസഡ് ഇൻറ്റു H2 ഓഫ് ഇസഡ് ഇൻറ്റു H3 ഓഫ് ഇസഡ് ഇങ്ങനെ എഴുതാൻ പറ്റുമെന്ന് വെച്ചോ. അതായത് എച്ച് ഓഫ് ഇസഡ് എന്ന് പറയുന്ന ഒരു വലിയൊരു ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആണ്. അതിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് ഇങ്ങനെ പ്രോഡക്ട്സ് ഓഫ് സ്മോളർ ട്രാൻസ്ഫർ ഫംഗ്ഷൻസ് ആയിട്ട് എഴുതാൻ പറ്റും എന്ന് ഉള്ള ഒരു സിസ്റ്റം ആണെങ്കിൽ, നമുക്ക് ഈ ഓരോ ചെറിയ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എടുത്ത് നമ്മൾ എന്ത് ചെയ്യുക, ഫോം 2 തൊട്ട് മുന്നേ പഠിച്ച ഫോം 2 റിയലൈസേഷൻ ചെയ്യാം. സോ ഓരോ ചെറിയ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എടുത്ത് അതിനെ ഇൻഡിവിജ്വലി ഫോം 2 റിയലൈസേഷൻ ചെയ്യുക. എന്നിട്ട് അതിനെല്ലാം കൂടി പ്രോഡക്റ്റ് എടുക്കുക. പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, അതിനെ സീരീസ് ആയിട്ട് ഇപ്പൊ ഇത് H1 ഓഫ് ഇസഡിന്റെ റിയലൈസേഷൻ, ഇത് H2 ഓഫ് ഇസഡ്, ഇത് H3 ഓഫ് ഇസഡ് ആണെങ്കിൽ ഇതിനെല്ലാം സീരീസ് ആയിട്ട് കണക്ട് ചെയ്താലായിരിക്കും നമുക്ക് ഫൈനൽ H ഓഫ് ഇസഡിന്റെ റിയലൈസേഷൻ കിട്ടുന്നത്. അതിനെയാണ് കാസ്കേഡ് റിയലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ വരുന്നത് ഒരു H ഓഫ് ഇസഡ് തരും. ഫോർ എക്സാമ്പിൾ H ഓഫ് ഇസഡ് ഇസ് ഈക്വൽ ടു 1 പ്ലസ് 2z റേസ് ടു മൈനസ് 1 പ്ലസ് z റേസ് ടു മൈനസ് 2 ഡിവൈഡഡ് ബൈ 1 മൈനസ് 0.75 z റേസ് ടു മൈനസ് 1 പ്ലസ് 0.125 z റേസ് ടു മൈനസ് 2. നമ്മൾ നേരത്തെ ചെയ്ത സെയിം പ്രോബ്ലം തന്നെയാണ്. സോ ഇതാണെങ്കിൽ നമ്മൾ ഇതിനെ എന്ത് ചെയ്യുക, ഇപ്പൊ നമുക്ക് സ്മോളർ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റിയ ഫോമിലല്ല കിടക്കുന്നത്. സോ അതിനെന്ത് ചെയ്യുക, ഇതിനെ ഫാക്ടേഴ്സ് ആക്കി മാറ്റുക. ഫാക്ടറൈസ് ചെയ്തതിന് ശേഷം സ്മോളർ ട്രാൻസ്ഫർ ഫംഗ്ഷൻസ് ആയിട്ട് എടുക്കുക. എന്നിട്ട് ഓരോന്നും എടുത്ത് ഡയറക്റ്റ് ഫോം 2 വരയ്ക്കുക. എന്നിട്ട് അതെല്ലാം കൂടി സീരീസ് ആയിട്ട് ജോയിൻ ചെയ്യുക. ഇതാണ് നമ്മൾ കാസ്കേഡ് റിയലൈസേഷനിൽ ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു പ്രോബ്ലം എടുത്ത് ചെയ്യുമ്പോൾ ഞാൻ അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലനേഷൻ പറഞ്ഞുതരാം. സോ സെയിം ക്വസ്റ്റ്യൻ ആണ് എടുത്തേക്കുന്നത്. H of Z is equal to 1 plus 2 Z raised to minus 1 plus Z raised to minus 2 by 1 minus 0.75 Z raised to minus 1 plus 0.125 Z raised to minus 2. സോ നമുക്ക് ഇതിനെ ഫാക്ടറൈസ് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ ഇതിനെ ഫാക്ടറൈസ് ചെയ്യാണ് വേണ്ടത്. അപ്പൊ നമുക്ക് ഈ ഒരു ഫോമിലിട്ട് ഫാക്ടറൈസ് ചെയ്യാം. അതായത് ഈ നെഗറ്റീവ് പവേഴ്സിന്റെ ടേംസിലിട്ടും ഫാക്ടറൈസ് ചെയ്യാം. ബട്ട് അത് കുറച്ചുകൂടി കൺഫ്യൂസിംഗ് ആണ്. സോ ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഇതിനെ എന്ത് ചെയ്യുക, വീണ്ടും പോസിറ്റീവ് പവേഴ്സിലേക്ക് മാറ്റുക. അതായത് ഹയസ്റ്റ് ഇസഡിന്റെ പവർ ഏതാണോ ആ ടേം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക ത്രൂ ഔട്ട്. അപ്പൊ ഇവിടെ മുകളിൽ ഇസഡ് റേസ് ടു മൈനസ് 2, ഇവിടെയും ഇസഡ് റേസ് ടു മൈനസ് 2. സോ ഇസഡ് സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, മുകളിലും താഴെ മൾട്ടിപ്ലൈ ബൈ ഇസഡ് സ്ക്വയർ. അപ്പൊ എന്ത് കിട്ടും, ഫസ്റ്റ് ഇസഡ് സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു ഇസഡ് പ്ലസ് 1 എന്ന് വരും ന്യൂമറേറ്ററിൽ. താഴെ ഇസഡ് സ്ക്വയർ മൈനസ് 0.75 ഇസഡ് പ്ലസ് 0.125 ഇൻറ്റു ഇസഡ് റേസ് ടു 0. സോ പ്ലസ് 0.125 എന്ന് വരും. അപ്പൊ ഇനി നമുക്ക് ഫാക്ടറൈസ് ചെയ്യാൻ കുറച്ചുകൂടി ഈസിയാണ്. സോ ഫസ്റ്റ് ടേം ന്യൂമറേറ്റർ എന്ന് പറയുന്നത് എന്താണ്, ഇസഡ് സ്ക്വയർ പ്ലസ് 2z പ്ലസ് 1 എന്ന് വെച്ചാൽ ഇസഡ് പ്ലസ് 1 ഹോൾ സ്ക്വയർ അല്ലേ. അപ്പൊ നിങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഫാക്ടറൈസ് ചെയ്യാം. ഒന്നിൽ ഇത് സം ആൻഡ് പ്രോഡക്റ്റ് വരുന്ന എലമെന്റ്സ്, അല്ലെങ്കിൽ അങ്ങനെ നോക്കാൻ പറ്റുന്ന അങ്ങനെ നോക്കാം, അല്ലെങ്കിൽ കാൽക്കുലേറ്ററിൽ റൂട്ട്സ് എടുത്ത് ഫാക്ടേഴ്സ് കണ്ടുപിടിച്ച് എഴുതുക. അപ്പൊ ഏതാണ് എളുപ്പം അങ്ങനെ ചെയ്യാം. അപ്പൊ ഇതിപ്പോ നമുക്ക് കണ്ടത് തന്നെ അറിയാം, a പ്ലസ് ബി ഹോൾ സ്ക്വയർ ആണ്. സോ അതിന് നമുക്ക് ഇസഡ് പ്ലസ് 1 ഹോൾ സ്ക്വയറിന് ഇസഡ് പ്ലസ് 1 ഇൻറ്റു ഇസഡ് പ്ലസ് 1 എന്ന് എഴുതാം ന്യൂമറേറ്ററിനെ. ഡിനോമിനേറ്ററിന്റെ റൂട്ട്സ് നമ്മൾ എടുക്കുമ്പോൾ കിട്ടുന്നത് മൈനസ് 0.5 ആൻഡ് മൈനസ് 0.25 ആണ്. സോ അത് ആഡ് ചെയ്യുമ്പോൾ 0.75 മൈനസ് 0.75 വരും. ദെൻ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പ്ലസ് 0.125, അതായത് ആഡ് ചെയ്യും മൾട്ടിപ്ലൈ ചെയ്യും നോക്കിയിട്ടാണ് ആ വാല്യൂ എടുത്തത്. സോ ഇസഡ് മൈനസ് 0.5 ഇൻറ്റു ഇസഡ് മൈനസ് 0.25. ഇപ്പൊ കാൽക്കുലേറ്ററിൽ എടുത്താലും വാല്യൂസ് കിട്ടും. അതിനനുസരിച്ച് എക്സ് മൈനസ് എ ഇൻറ്റു എക്സ് മൈനസ് ബി എന്നുള്ള രീതിക്ക് എഴുതിയാൽ മതി. സെയിം വാല്യൂസ് തന്നെയായിരിക്കും കിട്ടുന്നത്.
സോ നമ്മൾ ഫാക്ടറൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പവർ നമ്മൾ ചേഞ്ച് ചെയ്തത്, ഐ മീൻ നെഗറ്റീവ് ടു പോസിറ്റീവ് ആക്കിയത്. ഇനി വീണ്ടും എന്ത് ചെയ്യുക, അതിന്റെ പവർ എല്ലാം നെഗറ്റീവ് ആക്കുക. സോ ഓരോ ടേമിൽ നിന്ന് ഏതാ എടുക്കേണ്ടതെന്ന് നോക്കുക, ഹയസ്റ്റ് പവർ എടുക്കുക, അത് പുറത്തെടുക്കുക. അപ്പൊ ഫസ്റ്റ് ടേമിൽ നിന്ന് ഇസഡ് എടുക്കുന്നു. സോ ഇസഡ് ഇൻറ്റു 1 പ്ലസ് 1 ബൈ ഇസഡ്. അടുത്ത ടേമിൽ നിന്ന് ഇസഡ് ഇൻറ്റു 1 പ്ലസ് 1 ബൈ ഇസഡ്. താഴെ ഇസഡ് ഇൻറ്റു 1 മൈനസ് 0.5 ബൈ ഇസഡ്. അഗെയിൻ ഇസഡ് എടുക്കുമ്പോൾ ഇസഡ് ഇൻറ്റു 1 മൈനസ് 0.25 ബൈ ഇസഡ്. സോ പുറത്തെടുത്ത ഇസഡ്സ് എല്ലാം ക്യാൻസൽ ആയി പോവും. ബാക്കി വരുന്നത് 1 പ്ലസ് ഇസഡ് റേസ് ടു മൈനസ് 1 ഇൻറ്റു 1 പ്ലസ് ഇസഡ് റേസ് ടു മൈനസ് 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് 0.5 ഇസഡ് റേസ് ടു മൈനസ് 1 ഇൻറ്റു 1 മൈനസ് 0.25 ഇസഡ് റേസ് ടു മൈനസ് 1. സോ ഇങ്ങനെ ഇരുന്ന ട്രാൻസ്ഫർ ഫംഗ്ഷൻ നമ്മൾ ഇങ്ങനെ ഫാക്ടേഴ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം. അപ്പൊ ഇതിൽ നിന്ന് ഡയറക്റ്റ് ഈ ടേംസ് നമുക്ക് ഫാക്ടേഴ്സ് ആക്കിയിട്ട് ഫാക്ടേഴ്സ് കണ്ടുപിടിച്ചാൽ ഇങ്ങനെ എഴുതാം. ബട്ട് അത് കറക്റ്റ് ആയിട്ട് എഴുതി വന്നില്ലെങ്കിൽ ചിലപ്പോൾ മിസ്റ്റേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ പ്രിഫർ ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് ഇങ്ങനെ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള പോസിറ്റീവ് പവേഴ്സിലേക്ക് മാറ്റിയിട്ട് ഫാക്ടറൈസ് ചെയ്ത് കോമൺ എടുത്ത് വീണ്ടും പഴയ ഫോമിലേക്ക് ആക്കാം. അപ്പൊ നമുക്കിവിടെ ഇതിനെ ഒരു ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആയിട്ടും ഇതിനെ വേറൊരു ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആയിട്ട് നമുക്ക് എടുക്കാം. സോ ഫസ്റ്റ് വണ്ണിന് നമ്മൾ h1 ഓഫ് ഇസഡ് എന്നും സെക്കൻഡ് ടേമിന് ഐ മീൻ സെക്കൻഡ് ഒരു ഫ്രാക്ഷൻ ടേമിന് h2 ഓഫ് ഇസഡ് എന്നും എടുക്കാം. അപ്പൊ രണ്ട് ട്രാൻസ്ഫർ ഫംഗ്ഷന്റെ രണ്ട് സ്മോളർ ട്രാൻസ്ഫർ ഫംഗ്ഷൻസിന്റെ പ്രോഡക്റ്റ്. ഇനി അതിനെ ഓരോന്നിനും എഴുതി ഡയറക്റ്റ് ഫോം ടു റിയലൈസേഷൻ ചെയ്തിട്ട് സീരീസ് ആയിട്ട് കണക്ട് എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു മെത്തേഡിൽ ചെയ്യാനുള്ളത്. ആക്ച്വലി ഈ ഒരു പ്രോബ്ലത്തിന് ഈ ഒരു മെത്തേഡിലേക്ക് പോകേണ്ട ആവശ്യമുണ്ടെന്ന് വെച്ചാൽ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആണ്. ബട്ട് കുറെ കൂടി വലിയ ട്രാൻസ്ഫർ ഫംഗ്ഷൻസ് ഒക്കെ വരുമ്പോഴാണ് ഈ ഒരു മെത്തേഡിന്റെ എഫക്റ്റീവ്നെസ് വരുന്നത്. അപ്പൊ ബാക്കി നമുക്ക് നോക്കാം. സോ നമുക്ക് കിട്ടിയ ആ രണ്ട് ട്രാൻസ്ഫർ ഫംഗ്ഷൻ എടുത്തെഴുതി h1z h2z. ഇനി ഇതിന് നേരത്തെ ചെയ്ത ഡയറക്റ്റ് ഫോം ടു റിയലൈസേഷൻ ചെയ്യാം. നമുക്കിത് നോക്കി ഡയറക്റ്റ് വരയ്ക്കാം, എന്നിട്ട് അത് സീരീസ് ആയിട്ട് ചെയ്യാം. ബട്ട് ആ ഒരു സ്റ്റെപ്പിന് മാർക്ക് കിട്ടില്ല. ഡയറക്റ്റ് വരയ്ക്കാൻ എന്താണ്, ന്യൂമറേറ്ററിലെ ഇസഡിന്റെ പവറാണ് റൈറ്റ് സൈഡിൽ വരുന്നത് ഗെയിൻ ആയിട്ട്. ഒരു ഡിലേ ഉള്ളൂ. സോ ഒരു ഡിലേ വരും, റൈറ്റ് സൈഡിൽ ഒരു ഗെയിൻ വരും. ഡിനോമിനേറ്ററിലെ ടേമിന്റെ ഓപ്പോസിറ്റ് സൈൻ ആയിരിക്കും ലെഫ്റ്റ് സൈഡിൽ വരുന്നത്. അപ്പൊ നമുക്കിത് നോക്കിയിട്ട് ഡയറക്റ്റ് വരയ്ക്കാം. ബട്ട് എക്സാമിന് ആ രണ്ട് സ്റ്റെപ്പിന്റെയും മാർക്ക് കിട്ടണമെങ്കിൽ ആ സ്റ്റെപ്പ് എഴുതി തന്നെ ചെയ്യാം. അപ്പോ എഴുതുമ്പോൾ നമ്മൾ 1 ഇട്ടേക്കുന്നതുകൊണ്ട് h1z നമുക്ക് y1z ബൈ w1z ഇൻറ്റു w1z ബൈ x1z എല്ലാത്തിനും 1 ഇട്ട് കൊടുത്തു. ഫസ്റ്റ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇസ് ഈക്വൽ ടു 1 പ്ലസ് ഇസഡ് റേസ് ടു മൈനസ് 1 ബൈ 1 മൈനസ് 0.5 ഇസഡ് റേസ് ടു മൈനസ് 1. അപ്പൊ ഇത് ഇക്വേറ്റ് ചെയ്യാം. സോ y1z ബൈ w1z ഇസ് ഈക്വൽ ടു എന്താണ് 1 പ്ലസ് ഇസഡ് റേസ് ടു മൈനസ് 1 എന്ന് എഴുതാം. അടുത്ത ടേം w1z by x1z is equal to 1 by 1 minus 0.5 z raised to minus 1. സോ രണ്ടും ഇക്വേറ്റ് ചെയ്ത് എഴുതി നേരത്തെ ചെയ്ത പോലെ നമ്മൾ എന്ത് ചെയ്യുക, പ്രോഡക്റ്റ് എടുക്കുക, ഇൻവേഴ്സ് എടുക്കുക. സോ y1z is equal to w1 of z plus w1z into z raised to minus 1. ഇൻവേഴ്സ് എടുക്കുമ്പോൾ y1 of n is equal to w1 of n plus w1 of n minus 1. അപ്പൊ അതാണ് ഒരു ഇക്വേഷൻ. അടുത്തത് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ w1 of z minus 0.5 z raised to minus 1 into w1 of z is equal to x1 z. ഇൻവേഴ്സ് എടുക്കുമ്പോൾ w1 of n is equal to ഇതിപ്പുറത്തോണ്ട് വരിക x1 n plus 0.5 w1 of n minus 1. സോ ഈക്വേഷൻ കിട്ടി. ഫസ്റ്റ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ നമുക്ക് വരയ്ക്കാം. അതേപോലെ എന്ത് ചെയ്യുക, രണ്ടാമത്തതും എഴുതുക. സോ
സെക്കൻഡ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ കൂടി എഴുതുന്നതാണ്. എച്ച് ടു ഓഫ് ഇസഡ് ആകുമ്പോൾ വൈ ടു ഓഫ് ഇസഡ് ബൈ ഡബ്ല്യു ടു ഓഫ് ഇസഡ് ഇൻറ്റു ഡബ്ല്യു ടു ഓഫ് ഇസഡ് ബൈ എക്സ് ടു ഓഫ് ഇസഡ്. എന്നിട്ട് അത് മൾട്ടിപ്ലൈ ചെയ്ത് ഫൈനൽ ഇക്വേഷൻസ് ആക്കി എഴുതി. സോ y1n w1n y2n y2 of n w2 of n. ഇത് വെച്ച് ഈ ഒരു ഫിഗർ വരയ്ക്കുക, ഇത് വെച്ചിട്ട് വരയ്ക്കുക, അത് സീരീസ് ആയിട്ട് വരയ്ക്കുക. സോ ഈ ഒരു പേജിൽ തന്നെ വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് ആദ്യം ഈ ഒരു ട്രാൻസ്ഫർ ഫംഗ്ഷൻ വരയ്ക്കാനാണെങ്കിൽ നമുക്ക് എന്തൊക്കെ വേണം? x1 y1 wn. സോ അത് ആദ്യം വരയ്ക്കുക. x1n y1n wn. ഇനി y1n എന്ന് പറയുന്നത് w of n ആണ്. w of n പ്ലസ് എന്താണ്? w1 of n minus 1. സോ ഒരു ഡിലേ കൊടുക്കുക. wn of n minus 1 കൊടുക്കുക. രണ്ടും കൂടി സം ചെയ്യുക. കോഎഫിഷ്യന്റ് എന്താണ്? 1 തന്നെയാണ്. ഇനി w of n is equal to x of n. w of n എന്ന് പറയുന്നത് x of n പ്ലസ് 0.5 ഇൻറ്റു, ഇപ്പം നമ്മൾ 0.5 ഡിലേ കൊടുക്കുക. 0.5 ഇൻറ്റു w of n minus 1 സം ചെയ്തു. നമ്മൾ നേരത്തെ ചെയ്ത സെയിം ഇതാണ്, ഫിഗർ തന്നെയാണ്. അടുത്തത് x2 n, ഇത് w2n, സിമിലർലി y2n. ഇവിടെ എങ്ങനെയാണ്? w2n is equal അല്ലെങ്കിൽ y2n is equal to w2n പ്ലസ് w2 of n minus 1. സോ w2 of n minus 1 കോഎഫിഷ്യന്റ് 1 ആണ്. സോ അത് രണ്ടും കൂടി സം ചെയ്തു. ദെൻ w2n is equal to x2 of n പ്ലസ് 0.25 into w 0.25 into w of n minus 1. So w2 of n minus 1 into 0.25. അത് രണ്ടും കൂടി സം ചെയ്യാം. അപ്പൊ നമുക്ക് w2 of n ഉം കിട്ടി, y2 of n ഉം കിട്ടി. സോ രണ്ടും സെപ്പറേറ്റ് ആയിട്ട് വരച്ചു. ഇനി എന്ത് ചെയ്യുക? ഇത് രണ്ടും കൂടി സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുക. അപ്പൊ y1n എന്ന് പറയുന്നത് ഫസ്റ്റ് വണ്ണിന്റെ ഔട്ട്പുട്ട് ആയിരിക്കും സെക്കൻഡ് വണ്ണിന്റെ ഇൻപുട്ട്. അപ്പൊ ഇത് രണ്ടും കൂടി ജോയിൻ ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇതേപോലെ 3 ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആയിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ 3 ആയിട്ട് വരയ്ക്കുക. 3 ഫിൽറ്റേഴ്സ് റിയലൈസ് ചെയ്ത് വരയ്ക്കുക. എന്നിട്ട് അത് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുക. അപ്പൊ പ്രോഡക്റ്റ് ആണ് ഇവിടെ വരുന്നത്. h1 z ഇൻറ്റു h2 z ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഓരോന്ന് വരച്ചിട്ട് അതിനെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്നത്. അപ്പൊ ഇത് ക്ലിയർ ആയെന്ന് തോന്നുന്നു. നമ്മൾ ഇത്രേ ചെയ്യാനുള്ളൂ. നമുക്ക് കിട്ടുന്ന ട്രാൻസ്ഫർ ഫംഗ്ഷനെ ഫാക്ടറൈസ് ചെയ്യുക. ദെൻ സ്മോളർ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. എന്നിട്ട് ഓരോ ട്രാൻസ്ഫർ ഫംഗ്ഷനും എടുത്തിട്ട് ഫോം 2 റിയലൈസേഷൻ വരയ്ക്കുക. ദെൻ ആ വരച്ച റിയലൈസേഷൻ എല്ലാം സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുക. അപ്പൊ ആക്ച്വൽ എക്സ് ഓഫ് എൻ എന്ന് പറയുന്നത് ഇതാണ്, ആക്ച്വൽ വൈ ഓഫ് എൻ എന്ന് പറയുന്നത് ഇവിടെയാണ് വരുന്നത്. ബാക്കിയെല്ലാം ഇന്റർമീഡിയറ്റ് ഇൻപുട്സ് ആൻഡ് ഔട്ട്പുട്ട്സ് ആയിരിക്കും. അപ്പം ഇത് നമുക്ക് ഡയറക്റ്റ് നോക്കി വരയ്ക്കാനാണെങ്കിൽ ഇതാ ഇവിടെ ന്യൂമറേറ്ററിൽ 1 പ്ലസ് ഒരു ഡിലേ ഉള്ളൂ, ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും. സോ ഇസഡ് റേസ് ടു മൈനസ് 1 രണ്ട് ടേമിലും വരുന്നുള്ളൂ. പിന്നെ മുകളിലത്തെ ഇസഡിന്റെ കോഎഫിഷ്യന്റ് ഒക്കെ 1 ആണ്. സോ ഇവിടെയും 1 ആയിരിക്കും വരുന്നത്. അതേപോലെ ഇവിടെയും മുകളിലത്തെ കോഎഫിഷ്യന്റ് 1 ആണ്, ഇവിടെ 1 ആണ് വരുന്നത്. അപ്പൊ അങ്ങനെയാണ് ഈ വാല്യൂസ് വരുന്നത്. ദെൻ ഡിനോമിനേറ്റർ നോക്കുക. ഡിനോമിനേറ്ററിൽ 1 കഴിഞ്ഞിട്ടുള്ള ടേം, അപ്പൊ അത് മൈനസ് 0.5 ആണ്. അപ്പൊ അതിന്റെ നെഗറ്റീവ് ഓപ്പോസിറ്റ് സൈൻ വരും. അപ്പൊ ഇവിടെ മൈനസ് 0.5 ആണെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ പ്ലസ് 0.5 വരും. അതേപോലെ ഇവിടെ മൈനസ് 0.25 ആണെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ പ്ലസ് 0.25 ഗെയിൻ ആയിട്ട് വരും. ബാക്കിയെല്ലാം നമ്മൾ ഡയറക്ഷൻ നോക്കി വരയ്ക്കുക. അപ്പൊ ഈ ഒരു ഫിഗറിൽ തന്നെ നമുക്ക് ഈ രണ്ട് ഈ ട്രാൻസ്ഫർ ഫംഗ്ഷനിൽ നോക്കി തന്നെ നമുക്ക് ഈ രണ്ട് ഫിഗേഴ്സും വരയ്ക്കാം. ഈ ഗെയിൻ ജസ്റ്റ് നോക്കിയിട്ട് അതിന്റെ സൈൻ നോക്കിയിട്ട് എഴുതിയാൽ മതി. പക്ഷെ അത് ഡയറക്റ്റ് വരച്ച് വെച്ചാൽ ഈ ഇടയ്ക്കുള്ള സ്റ്റെപ്സിന്റെ മാർക്ക് കിട്ടില്ല. അതുകൊണ്ട് സ്റ്റെപ്പ് എഴുതി തന്നെ ഇത് കംപ്ലീറ്റ് ചെയ്ത് ചെയ്യണം. സോ വേറൊരു എക്സാമ്പിളാണ് എഴുതിയിരിക്കുന്നത്. എച്ച് ഓഫ് ഇസഡ് ഇസ് ഈക്വൽ ടു ഒരു ട്രാൻസ്ഫർ ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ കാസ്കേഡ് ആണ് ചെയ്യുന്നതെങ്കിൽ ആദ്യം നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? ഫാക്ടറൈസ്ഡ് ഫോം ആണെന്ന് നോക്കുക, അല്ലെങ്കിൽ ഫാക്ടറൈസ് ചെയ്യുക. ദെൻ ഇസഡിന്റെ പവേഴ്സ് നെഗറ്റീവ് ആണെന്ന് നോക്കുക, അല്ലെങ്കിൽ കോമൺ എടുത്ത് നെഗറ്റീവ് ആക്കുക. സോ ഇവിടെ ഫാക്ടറൈസ്ഡ് ഫോമിലാണ് ഓൾറെഡി തന്നേക്കുന്നത് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്കിനി എന്ത് ചെയ്യാം? ഇതിന്റെ ഇസഡിന്റെ പവർ നെഗറ്റീവ് ആക്കിയാൽ മതി. സോ ഇസഡ് കോമൺ എടുക്കുക. 2 ഇൻറ്റു ഇസഡ് പുറത്തെടുത്താൽ 1 പ്ലസ് 2 ഇസഡ് റേസ് ടു മൈനസ് 1 എന്ന് വരും. ഇവിടെ ഓൾറെഡി ഒരു ഇസഡ് പുറത്തുണ്ട്. ദെൻ ഇസഡ് ഇൻറ്റു 1 minus 0.1 z raised to minus 1. Again z into
1 plus 0.5 z raised to minus 1 into z into 1 plus 0.4 z raised to minus 1. So, ഒരു z ക്യാൻസൽ ആയി പോകും. ബാക്കി 2, ഇവിടെ 1, 2, 3 z ഉണ്ട്, അത് മുകളിൽ കൊണ്ടുപോകാം. സോ z raised to minus 3 into 1 plus 2z raised to minus 1 എന്ന് എഴുതാം. താഴെ 1 minus 0.1 z raised to minus 1 into 1 plus 0.5 z raised to minus 1 into 1 plus 0.4 z raised to minus 1. സോ താഴെയുള്ള ആ പോസിറ്റീവായിട്ട് കിടന്ന് നമ്മൾ മേളിൽ കൊണ്ടുപോയി അത് നെഗറ്റീവ് ആക്കാം. അപ്പോൾ ഇനി ഇത് റിയലൈസ് ചെയ്യാം. അപ്പോൾ ഇതിൽ നമുക്ക് ഈ 2z raised to minus 3യെ h1z എന്ന് എടുക്കാം. ദെൻ ഇതിനെ h2z ആയിട്ട് എടുക്കാം. ഇവിടെ 1 ഈ ടേമിനെ h3z ആക്കാം. ഇത് 1 ടേമിനെ h4z ആക്കാം. സോ ഓരോന്നും റിയലൈസ് ചെയ്യുക, എന്നിട്ട് സീരീസ് ആയിട്ട് വരയ്ക്കാം. ഇതിൽ റിയലൈസ് ചെയ്യാനായിട്ട് പ്രത്യേകിച്ചൊന്നും ഇല്ല. ഇവിടെ ഇപ്പൊ 2 into z raised to minus 3 എന്ന് പറയുന്നതിൽ ഫോം 2 ചെയ്യാനായിട്ടൊന്നും ഇല്ല. എന്ത് ചെയ്താൽ മതി, 3 ഡിലേ കൊടുത്താൽ മതി ഒരു ഗെയിനും. അപ്പൊ ഫസ്റ്റ് എക്സ് ഓഫിനെ എടുത്തിട്ട് 2 കൊടുക്കുക, z raised to minus 1, z raised to minus 1, z raised to minus 1. അപ്പോൾ 2 into z raised to minus 3 ആയി. അപ്പൊ അതിന് നമ്മൾ സെപ്പറേറ്റ് സ്റ്റെപ്പ് ഒന്നും ചെയ്യേണ്ട. പിന്നെ വരുന്നത് ഈ ഒരു ഫംഗ്ഷനാണ്, ഈ ഒരു ടേമാണ്. അപ്പൊ അതിന് നമ്മൾ ഒരു ഡിലേ വെച്ചിട്ട് ഒന്ന് ഇങ്ങോട്ടും ഒന്ന് ഇങ്ങോട്ടും വരും. ദെൻ വരുന്നത് 2 ടേംസ് ആണ്. അതിന് ന്യൂമറേറ്റർ 1 ആണ്. ന്യൂമറേറ്റർ 1 ആണെങ്കിൽ റൈറ്റ്, അതായത് ഇങ്ങനെ വരുമ്പോൾ ഈ റൈറ്റ് ലിംബ് കാണത്തില്ല, ലെഫ്റ്റ് ലിംബ് മാത്രമേ കാണുള്ളൂ. അപ്പൊ നിങ്ങളത് ചെയ്ത് നോക്കിയിട്ട് അത് മനസ്സിലാക്കുക. അപ്പോൾ അത് ഞാൻ വർക്കിൽ തരുന്നതായിരിക്കും. അപ്പൊ അതൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ. ഇനി നമുക്ക് ഈ പ്രോബ്ലംസ് ഒക്കെ ഇങ്ങനെയും ചോദിക്കും. അതായത് ഡയറക്റ്റ് എച്ച് ഓഫ് ഇസഡ് തരുന്നതിന് പകരം അതിന്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആയിട്ടായിരിക്കും തരുന്നത്. അപ്പൊ ഇങ്ങനെ തന്നെ എന്ത് ചെയ്യുക, നമുക്ക് ഫോം 1 ആണ് റിയലൈസ് ചെയ്യേണ്ടെങ്കിൽ ഇത് നമ്മൾ എച്ച് ഓഫ് ഇസഡ് ഒന്നും കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്, നമുക്ക് വൈ ഓഫ് എൻ എടുത്തിട്ട് വൈ ഓഫ് എൻ ഒരു സൈഡ് ഇട്ട് ബാക്കിയെല്ലാം അപ്പുറത്തോട്ട് കൊണ്ടുപോയിട്ട് ജസ്റ്റ് അത് നോക്കി വരച്ചു വെച്ചാൽ മതി. അതാണ് നമ്മൾ ചെയ്യുന്നത് ആക്ച്വലി. ബാക്കി ഏത് റിയലൈസേഷൻ ആയാലും ഫോം 2 ആയാലും കാസ്കേഡ് അല്ലെങ്കിൽ പാരലൽ ഏതായാലും നമ്മൾ എന്ത് ചെയ്യുക, വൈ ഓഫ് എൻ അല്ലെങ്കിൽ ഡിഫറൻസ് ഇക്വേഷൻ തന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് വൈ സെഡ് ബൈ എക്സ് സെഡ് കണ്ടുപിടിക്കുക, അതായത് എച്ച് ഓഫ് ഇസഡ് കണ്ടുപിടിക്കുക. അതിന് നമ്മൾ ഇതിന്റെ ഇസഡ് ട്രാൻസ്ഫോം എടുത്ത് റേഷ്യോ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. സോ വൈ ഓഫ് ഇസഡ് ട്രാൻസ്ഫോം എടുക്കും, വൈ ഓഫ് ഇസഡ് വരും 3/4 ഇസഡ് റേസ് ടു മൈനസ് 1 into വൈ ഓഫ് ഇസഡ് മൈനസ് 1/8 ഇസഡ് റേസ് ടു മൈനസ് 2 വൈ ഓഫ് ഇസഡ് വരും. ഇതെന്ത് വരും, പ്ലസ് എക്സ് ഓഫ് ഇസഡ് ദെൻ 1/2 ഇസഡ് റേസ് ടു മൈനസ് 1 into എക്സ് ഓഫ് ഇസഡ് എന്ന് വരും. എന്നിട്ട് കോമൺ ടേംസ് ഉള്ളത് ഒരു സൈഡിൽ കൊണ്ടുവരിക. സോ ഇത് ഇപ്പുറത്ത് കൊണ്ടുവന്നാൽ വൈ ഓഫ് ഇസഡ് ഇൻറ്റു അവിടെ ഓൾറെഡി ഒരു 1 ഉണ്ട് മൈനസ് 3/4 ഇസഡ് റേസ് ടു മൈനസ് 1, ഇത് പ്ലസ് ആവും, പ്ലസ് 1/8 ഇസഡ് റേസ് ടു മൈനസ് 2 ഈക്വൽ ടു റൈറ്റ് സൈഡിലുള്ളത് എക്സ് ഓഫ് ഇസഡ് ഉണ്ട് ഇൻറ്റു 1 പ്ലസ് 1/2 ഇസഡ് റേസ് ടു മൈനസ് 1. ഇനി വൈ ഇസഡ് ബൈ എക്സ് ഇസഡ് എടുക്കുക. അപ്പോൾ ഇത് അപ്പുറത്തോട്ട് പോകും. സോ 1 പ്ലസ് 1/2 ഇസഡ് റേസ് ടു മൈനസ് 1 ഡിവൈഡ് ബൈ ഇത് ഡിനോമിനേറ്റർ പോകും 1 മൈനസ് 3/4 ഇസഡ് റേസ് ടു മൈനസ് 1 പ്ലസ് 1/8 ഇസഡ് റേസ് ടു മൈനസ് 2. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, എച്ച് ഓഫ് ഇസഡ് കിട്ടി. ഇനി വേണം നമ്മൾ എന്ത് ചെയ്യുക, ഫോം 1 ആണോ ഫോം 2 ആണോ കാസ്കേഡ് ആണോ പാരലൽ ആണോ അതനുസരിച്ച് നമ്മൾ പ്രോബ്ലം ചെയ്യാനുള്ളത്. ഫോം 2 ആണെങ്കിൽ വൈ സെഡ് ബൈ ഡബ്ല്യു സെഡ് ഇൻറ്റു ഡബ്ല്യു സെഡ് ബൈ എക്സ് സെഡ് വെച്ചിട്ട് ചെയ്യാം. അപ്പം ഏത് മെത്തേഡ്, അതായത് ഡയറക്റ്റ് ഫോം 1 ഒഴികെ ബാക്കി ഏത് മെത്തേഡ് ആണെങ്കിലും ഡിഫറൻസ് ഇക്വേഷൻ തന്നാൽ അതിന്റെ ഇസഡ് ട്രാൻസ്ഫോം എടുത്ത് എച്ച് ഓഫ് ഇസഡ് കണ്ടുപിടിക്കുക, എന്നിട്ട് ബാക്കി മെത്തേഡ്സ് ഫോളോ ചെയ്യുക. ഇങ്ങനെയാണ് പല രീതിയിലാണ് ഈ ഒരു ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. അപ്പൊ ഇനി നമുക്ക് നോക്കാനുള്ളത് പാരലൽ ഫോം റിയലൈസേഷൻ ആണ്.